സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മള് റിസോർട്ടിൽ പോയി വെള്ളം അടിക്കാൻ പോകുന്നു. വേറെന്തൊക്കെയുണ്ട്? വെള്ളമടി, നീർന്നെ കാണാൻ പോവാ, നീർന്നെ പിടിക്കാൻ പോവാ, പിടിച്ച് പറക്കാൻ പോവാ. വെള്ളമടി പ്രോപ്പർട്ടി അല്ലേ? ഈ വീട് കണ്ടോ? ഇത് വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം എടുത്തതാ. ഈ ഊഞ്ഞാല് കണ്ടോ? അവിടെ നിന്ന് വെള്ളം അടിക്കണം, ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കണം, അവിടെ ഇരുന്ന് വെള്ളം അടിക്കണം, എല്ലായിടത്തും ഇരുന്ന് വെള്ളം അടിക്കണം. പക്ഷേ ആദ്യം കിച്ചണിൽ പോയി ഒരു കത്തി എടുക്കണം, കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതില്ലാതെ പറ്റത്തില്ല. ഇപ്പഴേ തുടങ്ങണോ വെള്ളം അടിക്കാൻ? ഇത് കൊള്ളാമല്ലോ. തള്ളി ഇട്ടെ. അപ്പൊ നിങ്ങൾ വലിക്കാൻ നേരത്തെ ക്യാമറ എന്റെ അങ്ങോട്ടാക്കാം. അപ്പൊ ആർക്കും അറിയത്തില്ല നിങ്ങൾ വലിക്കുവാന്ന്. സ്പോട്ട് ഇഷ്ടപ്പെട്ട് സ്പോൺസർ ഞങ്ങൾ ഒറ്റ പൈസ കൊടുത്തില്ല, പക്ഷെ എന്നെ ഉറുമ്പ് അടിച്ച് അതിൽ കയറി ഉടനെ. അത് ഒരു കംപ്ലൈന്റ്. എന്റെ ഫോൺ അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും, പക്ഷെ ഈ റൂം സെറ്റാ. ഈ ചെറിയൊരു പടിയുണ്ട്, അതുവഴി മേളിൽ കയറി പോണം. എന്നെ അരിക്കടക്കട്ടെ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ കൂടെ ആരാ കിടക്കുന്നത്? ജെയിംസ് എന്റെ കൂടി കിടക്കത്തില്ല എന്നാ പറഞ്ഞത്. ജെയിംസ് എന്റെ കൂടി ചത്താലും കിടക്കത്തില്ല എന്നാ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് 15 മിനിറ്റ് ആയിട്ട് ഇവിടെ ഒരു പ്രശ്നമായി. സിഗരറ്റ് തീർന്നു പോയി. 18-19 പേരായിട്ടൊരു സ്ഥലത്ത് വന്നാൽ ഇതാ പ്രശ്നം, സിഗരറ്റ് തീർന്നു പോകും. ഇനി സിഗരറ്റ് മേടിക്കണമെങ്കിൽ 10 കിലോമീറ്റർ അപ്പുറത്ത് പോകാം. അപ്പൊ അതുവരെ സിഗരറ്റ് ഇല്ല. അതൊരു ഭയങ്കര സാഡ് ന്യൂസാണ്. സിഗരറ്റ് തീർന്നു പോയി. ഞാനും കയറി കിടക്കട്ടെ ഇതില്? അവരെല്ലാം വണ്ടി പണിയെടുക്ക് പണിയെടുക്ക് പണിയെടുക്ക്. സിഗരറ്റ് മേടിക്കാൻ പോവാ, സിഗരറ്റ് മേടിക്കാൻ പോവാ. ആ ഓക്കെ, സിഗരറ്റ് കിട്ടി. 5 മിനിറ്റ് മുമ്പ് ഞാൻ കിടന്ന് പറഞ്ഞതേ ഉള്ളൂ, സിഗരറ്റ് കിട്ടിയില്ല, സിഗരറ്റ് ഇല്ല, സിഗരറ്റ് തീർന്നു. എന്റെ ക്യാഷ് ഉണ്ട്, എന്റെ ക്യാഷ് ഉണ്ട്. ഭാഗ്യത്തിന് നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ഹോം ഓണറിന് അറിയാം സിഗരറ്റ് എവിടെ കിട്ടുന്നത്. എല്ലാ സിഗരറ്റും കിട്ടുന്നൊക്കെ പറയാം. അതുകൊണ്ട് പോയി നോക്കണം. ബ്ലാക്ക് കിട്ടിയ അത്രയും നല്ലത്. ഇതെന്തുവാ? മീൻ അമ്പാടി ഗോയിങ് ഓൺ എ ജേണി. കടക്കലും കൊട്ടാരക്കര 10 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ട് സിഗരറ്റ് കട കിട്ടി. പക്ഷെ ഒരു കാര്യം നല്ലത് പറയാനുണ്ട്, ഇവിടുത്തെ ആൾക്കാർ സ്നേഹമുള്ള ആൾക്കാരാണ്. കുറേ പേരെടുത്ത് വഴി വെച്ച് എല്ലാവരും സ്നേഹത്തിൽ വഴി പറഞ്ഞു തന്നു. അവസാനം സിഗരറ്റ് കടയിൽ പോയി അവർ ബാക്കി 286 രൂപ ചേഞ്ച് തരാനുണ്ടായിരുന്നു. അവിടെ അത്രയും പൈസ ഇല്ലായിരുന്നു ചേഞ്ച് തരാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ 200 രൂപയിലും തന്നാൽ മതി, ബാക്കി പൈസ വെച്ചേരെ. അതൊന്നും പറ്റത്തില്ല. അപ്പുറത്തെ വീട്ടിൽ പോയി ബാക്കി 86 രൂപ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊണ്ട് നമ്മുടെ കയ്യിൽ തന്ന്. സോ സ്നേഹമുള്ള ആൾക്കാരാണ്. പട്ടിക്കാടാണെങ്കിലും സ്നേഹമുള്ള ആൾക്കാരാണ്. സോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് കോട്ടയത്തിനെ പറ്റി പറയാനുള്ളത്, വിളിച്ച് താമസിക്കാൻ നൈസാ അല്ലേ അമ്പാടി? അതെ, കാരണം പട്ടിക്കാടാ, ശരിക്കും പട്ടിക്കാടാ. സ്ഥിരമായിട്ട് താമസിക്കാൻ കൊള്ളത്തില്ല. ഒരു വർഷത്തിൽ ഒരു 2 ആഴ്ച 1 മാസമൊക്കെ വന്ന് നിൽക്കാൻ കൊള്ളാം. ബട്ട് അതിൽ കൂടുതൽ കൊള്ളത്തില്ല. ഈ ഐഡിയ കൊള്ളാമല്ലോ, കസേര ഇട്ടിരിക്കുന്നത്. വന്നോ വന്നോ. ഓ ഫസ്റ്റ് കട്ടാ ഇത്, ഫസ്റ്റ് കട്ട്.
ഇത് കിടലനാ. നമ്മുടെ സ്പെഷ്യൽ സാധനം. ഞാൻ ഒന്നാമത് 2 പെഗ് അടിച്ചിട്ടാണ് വന്നത്. ഞാൻ ഓൾറെഡി പൂസാ. ഇതാണ് ഇനി ബാക്കി കലാപരിപാടിക്കുള്ള സാധനങ്ങൾ. നമ്മുടെ വെറൈറ്റി സാധനം സ്പോട്ട്. നമ്മൾ വെള്ളത്തിൽ ചാടിയായിരിക്കും അടിക്കുന്നത്. ചാടും അടിക്കും, അടിക്കും ചാടും. ക്യാമറ കിട്ടിയില്ല, പക്ഷെ ഈ വ്യക്തി വീണ്. തള്ളിയിട്ട് കൊല്ലണേ. ഏറ്റവും വലിയ കോമഡി വെച്ചാൽ ഞാൻ പറഞ്ഞതേ ഉള്ളായിരുന്നു, കണ്ണടച്ചാൽ വീഴുന്ന പോലെ കാണാമെന്ന്. കണ്ണു അടച്ചാ വീട്. അടിയിട്ട് ഊഫ്. ഇല്ല, ഗ്ലാസ് ഇല്ല. എനിക്ക് റീൽസ് പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല, എനിക്ക് സ്റ്റോറി മാത്രം ഇടാൻ പറ്റത്തുള്ളൂ. ഓഗസ്റ്റ് 6-ാം തീയതി വരും മറ്റേ തോക്കിന്റെ ഇതിന്. എന്റെ അക്കൗണ്ട് കാര്യം പിടിച്ച് റിപ്പോർട്ട് ചെയ്തേ. ആ അല്ല, എടുത്തോ. നമുക്ക് വേറെ ക്യാമറാമാൻ കൊണ്ട് വന്ന് എവിടെ ഒരു കുപ്പി തീർന്നു. ഓഡിയൻസിനോട് പറയാ എന്തോ സംഭവിച്ച കാലിന്. ഇവൻ എൻ്റെ കൂടെ ഡാൻസ് കളിച്ച മയിൽ അവിടെ കാണുന്ന തട്ടിപ്പ് കിടന്ന് മയില് കാലും പോയി. എന്റെ ബ്രേസ്ലെറ്റും പൊട്ടിച്ച് മയില് കുറെ വിലയുടെ ആയിരുന്നു, അതും പോയി. മയിൽ ഊമ്പി അവിടെ ഊമ്പി ഊഞ്ഞാലേന്ന് വീണ്. ഇവിടെ ഇല്ല. എന്റെ കാല് പോയി, ഓടി അന്യായ ഓടി. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ പൊക്കി പൊരുത്തം പറയാ, നീ എന്താ പറയാ, കുണ്ടംകളിയാന്ന്. ഇവിടെ കുണ്ടംകളി നടക്കുവാന്ന്. ഇവൻ ഞാനല്ല നിങ്ങളെ കുണ്ടക്കളി ഓടിയായിരുന്നു. ഞങ്ങൾ വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കുന്നു. എന്റെ ബാഗ് കട്ട്, എന്റെ മുഖമൊക്കെ മറ്റേ ബ്ലർ ചെയ്തിട്ടുണ്ട്. എടാ നിന്റെ ഒരു കണ്ണടഞ്ഞ് നിന്റെ ഒരു കണ്ണും തുറന്നിരിക്കുക. Shout out to Devan, Mr. Devanarayana, he is our hero. Okay. എന്തിനാ നോക്കുന്നത്? Shout out to Mr. Babu. ഇംഗ്ലീഷ് വേണ്ടെന്നല്ലേ നന്ദി നമസ്കാരം Mr. Babu. ജയന്ത് ഒന്നും ആയി. അമ്പാടി കട്ടാണ് ഗൈസ്. ഇത് അമ്പാടി എങ്ങനെയുണ്ട്? അമ്പാടി ഇപ്പഴും പറയാം. എടാ എനിക്ക് ബോധമില്ല, സത്യം ബോധമില്ല. ബിജയ്ക്കോ നിനക്കും ബോധമില്ല. ബെച്ചൊരു ഞാൻ ഫെബിനാണോ? The next day. പൊതിച്ചോറ് അച്ചാറ് തിന്നുക. എന്തുണ്ട് ചെങ്ങായി, ഇപ്പൊ മലബാറില് ചിലപ്പോ അമ്പുള്ള ചെന്നായോണ്ട് തറവാട് ചെന്നായ 2 ചെന്നായ്ക്കള് ഭയങ്കര അക്രമൊക്കെ. പക്ഷെ വേറെ സംഭവം ഉണ്ട്, ആദ്യം വീണത് നീയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ വീഴുവന്ന്. ആദ്യം വീണ അമ്പാടിയാ. അമ്പാടി ജോയി. അമ്പാടി ശരിക്കും വീഴ്ചയായിരുന്നു. ആ നിങ്ങൾ ഭയങ്കര ബാക്കിലോട്ട് ഒറ്റ വീഴ്ചയായിരുന്നു. ബ്ലോക്ക് കണക്ക് ഇവിടെ നിന്ന് ആദ്യത്തെ ഊറ്റി കഴിയുമ്പോഴത്തേക്കും ഒന്നും ആയില്ല. അതിനുശേഷം കാര്യം പറയട്ടെ, തമ്മി എല്ലാവരും അങ്ങോട്ട് ഇന്നലെ അവിടെ വെച്ചിട്ട് കണ്ടിട്ട് അടിച്ചതായില്ലേ, അപ്പോഴത്തേക്ക് സംഭവം ഞങ്ങൾക്ക് അറിയായിരുന്നു ഓടി വരുമെന്ന്. അതുകൊണ്ട് ഇവിടെ 3 കുപ്പി ഉണ്ടായിരുന്നു. ജെയിംസ് പറഞ്ഞ് എന്തുവാ നിങ്ങൾ എല്ലാരും കൂടെ സിഗ്നേച്ചർ അടിക്കാൻ പോയി, അങ്ങനെ ഓടിയാൻ തുടങ്ങി. എന്തുവാ റെഡി. തിരുമേനിന്ന് പറഞ്ഞ അറിയാത്ത നിങ്ങളിപ്പോ ആലോചിക്കുമായിരിക്കും ഈ കിളവൻ ഏതായിരുന്നു വായത്താളം അടിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇത് പിറ്റേ ദിവസം. അപ്പൊ നമ്മൾ തലേന്ന് വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം ബിയർ ഇല്ലാതെ പറ്റത്തില്ലല്ലോ, കാരണം ഭയങ്കര ആഫ്റ്റർ ആയിരിക്കും. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വഴി കൂടി പോവാ, ഒരു അപ്പച്ചനെ കണ്ട് ചേട്ടാ ഇവിടെ ബാർ എവിടാന്ന് ചോദിച്ചു.
മക്കളെ എന്നെ വണ്ടി കയറ്റുവാണെങ്കിൽ ഞാൻ ബാർ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി കയറ്റി. ഞങ്ങളിപ്പോൾ എന്താ ബാറിന് മുമ്പ് ഈ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല അപ്പച്ചൻ, ഇച്ചിരി വായത്താളം കൂടുതലാ, പക്ഷെ ആള് വൈബാ. ഞങ്ങൾ ബാറിൽ കയറി 4 മിനി ബിയർ പറഞ്ഞ് അവർ 6 ഫുള്ളങ്ങ് തന്നു. ബാറുകാരെ വരെ നമ്മൾ സ്കാം ചെയ്തു. 600 രൂപയുടെ സ്കാം. ഇതിന് യൂട്യൂബ് ഇട്ടിട്ട് ബാറുകാർ കണ്ടിട്ട് തിരിച്ച് പൈസ വയ്ക്കാൻ വരുവാണെങ്കിൽ ബില്ലടിച്ചതാ. ഇനി അങ്ങനെ തരത്തില്ല. നിങ്ങളെ മിസ്റ്റേക്കാ. ഞങ്ങൾ അപ്പം തന്നെ കുപ്പി എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി. നിങ്ങൾ തന്നത് നമ്മള് സ്നേഹത്തോടെ മേടിച്ച്. ഞങ്ങൾ ചെറുത് ചോദിച്ചു നിങ്ങൾ വലുത് തന്നു. ഇത്രയും കുപ്പി കണ്ടോ? 600 രൂപയ്ക്ക് സ്കാം. അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടി, വണ്ടി എടുത്തിട്ട് അങ്ങ് പോയി. ഇതാ ജീവിതം. ലൈഫ് ഇസ് സുഖം. എനിക്ക് ഏറ്റവും വിഷമം എന്താന്ന് അറിയാമോ? അപ്പുറത്തെ വണ്ടിയിലുള്ള ആൾക്കാര് ഈ വ്യൂ ഒന്നും അവർക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അവർ 7 കിലോമീറ്റർ പുറയില്ല. അവിടെയും വെള്ളമടി. വീഡിയോ എടുക്കത്തില്ല. ഇവിടെ ബെറ്റ്സൻ ഇല്ല കേട്ടോ. ബെറ്റ്സൻ ഈ ഗാങ്ങിലേ ഇല്ല. ബട്ട് ഈ സീനറി കണ്ടോ? വ്യൂ, കള്ള്, വലി, വേറെന്ത് വേണം നമുക്ക് ജീവിതത്തിൽ? പെണ്ണ് വേണം. കുണ്ണ. ഒന്നും കാണുന്നില്ല. ഇതല്ലേ ജീവിതം. സ്വർഗം ഇങ്ങനെ ആയിരിക്കോളാ? നമ്മൾ അറിയത്തില്ലോ. ഇതിപ്പോ എന്തുവാടാ ഇവിടെ വിളിക്കണ്ടായിരുന്നു. ഇവര് നെഗറ്റീവായി. അത് 10 മീറ്റർ അപ്പുറത്ത് അതുപോലും കാണാൻ പറ്റുന്നില്ല. ഇത് വിഷയ സാധന. ഞാൻ പറയട്ടെ, ഇവിടെ മേലുള്ള ആർക്കും ബോധമില്ല. ഞാനിപ്പോ ഒരാളുടെ കയ്യിൽ ഫോൺ ചോദിച്ചപ്പോ ലൈറ്റർ എടുത്ത് തരുക. താഴെ അടുത്ത ബ്ലോഗ്. നമ്മുടെ മുമ്പിൽ കൂടി ഇപ്പൊ 2 ബ്ലോഗേഴ്സ് നടന്നു പോവാ. നമ്മളും ബ്ലോഗേഴ്സാ, പക്ഷെ അവര് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മള് കള്ളുടിയന്മാരും അവര് പച്ചയാ. ഞാൻ ഈ വ്ളോഗിന്റെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കോട്ടയം വെറും പട്ടിത്തീട്ടാ, ഒരു സിഗരറ്റ് പോലും മേടിക്കാൻ പറ്റത്തില്ല, 10 മിനിറ്റ് അപ്പുറത്ത് പോകണമെന്ന്. പക്ഷെ അത് ഞാൻ തിരിച്ചെടുക്കും. കാരണം ഇത്രയും നല്ല വ്യൂ പോയിന്റ് അത് കോട്ടയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. കോട്ടയത്ത് മാത്രം. നമ്മുടെ കോട്ടയം വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ബാക്കി എന്തുവാ, കോട്ടയം ഹാങ്ങോവർ വ്ളോഗ് കഴിഞ്ഞ് ഇനി തിരിച്ച് കോളേജിൽ പോകണം. കോളേജ് വ്ളോഗ് അടുത്ത്. കോളേജ് വ്ളോഗൊന്നുമില്ല. കോളേജിൽ പോയിട്ട് എന്തുവാ, നാളെ പോസ്റ്റിങ്ങിൽ പോകണം. കട്ടിയാനോ? നാളെ പോസ്റ്റിങ്ങിൽ പോകണം. പോസ്റ്റിങ് പക്ഷേ ഞങ്ങളുടെ തല ഒന്നത്തില്ല. നാളെ വാർഡ് ഡ്യൂട്ടി ഇടുവാണെങ്കിൽ പോയി ഒന്നും നോക്കണ്ട. നീ സമോസ കഴിക്കാം. ഞാൻ അവിടെ പട്ടിണിയാണ്. നിനക്ക് ചങ്ങുണ്ട്. അത് ബ്ലീപ്പ് ചെയ്യണം. സെൻസർ ചെയ്താൽ മതി. നിനക്ക് ഡാഷ് ഉണ്ട്, കമ്പനി വരും. അവന് എത്ര ഉണ്ട്? ആർക്ക്? നിനക്ക് 2 ഇല്ലേ? 2 3 കുറെ ഇല്ലേ? ആര്? വൃത്തെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാ മതി. അത് തന്നെ 10 പേരാ. എനിക്ക് 3 പേരുള്ളത് ഇവൻ ഒരാളാണെന്ന് കണക്കാ. ഇത് ഉറപ്പായിട്ട് ഇടും. പക്ഷെ പേരെല്ലാം ബ്ലീപ്പ് ചെയ്ത്, പേര് നല്ല രീതിക്ക് ബ്ലീപ്പ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. പക്ഷെ എന്നാൽ എനിക്കൊന്ന് മനസ്സിലാവും. കാരണം അത് ഇച്ചിരി ഒരു വേറെ വേവ് ലെങ്ത് ഉള്ള ഒരു സാധനം. ശരിയെന്നാ, ഇതിപ്പോ 5ാമത്തെ ബൈ ഒന്നും കണ്ട ബൈ. ഇനി അടുത്ത വ്ളോഗ് അടുത്ത ഏതെങ്കിലും ട്രിപ്പിൽ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടല്ലേ ഇനി നിർത്തുക. പറയും ഗുഡ് ബൈ.